സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഇൻ സോഷ്യൽ റിസർച്ചിൽ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസിങ് ഏരിയയാണ് റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സയൻറ്റിഫിക് റിസർച്ച്. റിസർച്ചിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എത്രമാത്രം പങ്ക് വഹിക്കുന്നു എന്നാണ് ഇതിൽ പ്രധാനപ്പെട്ട ചർച്ച. മുമ്പ് ഫങ്ഷൻസും ഇമ്പോർട്ടൻസും ഡെഫിനേഷൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ഏതൊക്കെ രീതിയിലൂടെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു റിസർച്ചിൻ്റെ ഒബ്ജക്റ്റിവിറ്റിയെ സ്വാധീനിക്കുന്നത്, ഏതൊക്കെ രീതിയിലുള്ള മേഖലകളിലാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പങ്ക് കൃത്യമായി നിർവഹിക്കാൻ പറ്റുക, അതിൻ്റെ ഉദാഹരണങ്ങളും അതുപോലെ തന്നെ ഈ റോള് നിർവഹിക്കാൻ ഉപയോഗിക്കുന്ന ചില മെത്തേഡ്സുകളൊക്കെയാണ് ഇതിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഫസ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു ദ കൺക്ലൂഷൻ ഓഫ് ദ റിസർച്ച്. ഒരു പഠനം നടത്തുമ്പോൾ ആ പഠനത്തിൻ്റെ കൺക്ലൂഷൻ ലഭിക്കാൻ എന്ന് വെച്ചാൽ ഒരു കൃത്യമായ ഒബ്ജക്റ്റിവിറ്റി നൽകാൻ സഹായിക്കുന്ന ഒരു ഏരിയയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. എന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാതെ നടത്തുന്നൊരു പഠനവും സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് നടത്തുന്നൊരു പഠന വ്യത്യാസമുണ്ട്. എന്ന് വെച്ച് ചില സോഷ്യൽ റിസർച്ചുകളിലൊക്കെ നിരീക്ഷണങ്ങളൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് നടത്താൻ പറ്റുന്നതുണ്ട്, ഉപയോഗിക്കാതെ നടത്താൻ പറ്റുന്നുണ്ട്. എന്നാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് നടത്തുന്ന പഠനങ്ങൾ അയാൾ ഉപയോഗിച്ച മെത്തേഡ് ഉപയോഗിച്ച് മറ്റൊരു റിസർച്ചർ നടത്തുമ്പോഴും കൺക്ലൂഷൻ ഒന്നായിരിക്കും. എന്ന് വെച്ചാൽ രണ്ടാളും സ്റ്റാറ്റിസ്റ്റിക്കൽ രീതി മെത്തേഡ് സെയിം ആയതുകൊണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാതെ നടത്തുന്ന റിസർച്ചറുടെ ഒരു പഠനവും അതേ പഠനം നടത്തുന്ന മറ്റൊരു റിസർച്ചറുടെ രണ്ടാമത്തെ പഠനം തമ്മിൽ അത് രണ്ടിലുള്ള കൺക്ലൂഷൻ വ്യത്യസ്തമായിരിക്കും. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഒബ്ജക്റ്റിവിറ്റി നഷ്ടമാകുന്നു. ഒബ്ജക്റ്റിവിറ്റി നഷ്ടമാകുന്നതിലൂടെ റിസർച്ചറുടെ വ്യൂസും അടിസ്ഥാനപ്പെടുത്തി ഒരു ബയാസ്ഡ് ആയ തരത്തിലുള്ള ഒരു റിസർച്ചായി മാറുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു കൃത്യമായ ഒബ്ജക്റ്റീവായ കൺക്ലൂഷൻ ലഭിക്കാൻ ഏറ്റവും ഉപകാരപ്രദമായ അല്ലെങ്കിൽ ഏറ്റവും ആവശ്യമായ ഒരു ഏരിയയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. In this aspect, the major purpose of statistics are to help us understand and describe phenomena in our world and to help us draw a reliable conclusion about those phenomena. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രാപഞ്ചിക പ്രതിഭാസത്തെ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ, ഒരു ഇഷ്യൂവിനെ വിശദീകരിക്കുകയും ആ ഇഷ്യൂവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യുക്തിപരമായ ഒരു കൺക്ലൂഷനിലേക്ക്, നിഗമനത്തിലേക്ക് എത്തിക്കുകയാണ് പ്രധാനപ്പെട്ട ദൗത്യം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ. അപ്പോൾ ഇതാണ് ഈ യുക്തിപരമായ അല്ലെങ്കിൽ വസ്തുനിഷ്ഠാപരമായ നിഗമനത്തിലേക്ക് എത്തിക്കുക എന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. രണ്ടാമത്തെ പോയിൻ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലേ എ വിറ്റൽ റോൾ ഇൻ റിസർച്ചസ്. എല്ലാ ശാസ്ത്രീയ റിസർച്ചിലും പഠനങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഏരിയയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ യൂസ്ഡ് ആസ് ഡാറ്റ കളക്ഷൻ. എല്ലാ ശാസ്ത്രശാഖയിലും വിവരശേഖരണത്തിന് ആവശ്യമായ ഒരു ഏരിയയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതുപോലെ തന്നെ അനലൈസിസിന് ആവശ്യമാണ്, ഇൻ്റർപ്രിട്ടേഷൻസിന് ആവശ്യമാണ്, എക്സ്പ്ലനേഷൻസിനും പ്രസൻറ്റേഷൻസിനും ഒക്കെ എല്ലാ രീതിയിലും ആവശ്യമുള്ള ഒന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. എന്ന് വെച്ചാൽ ഈ രീതികളൊക്കെ ആവറേജ് വാല്യൂസ് കാണേണ്ടി വരും, അതുപോലെ തന്നെ പേഴ്സൻറ്റേജസ് കാണേണ്ടി വരും, പിന്നെ ചില ഡാറ്റകൾ ഉപയോഗിച്ചിട്ട് അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ റേഷ്യോ കാണേണ്ടി വരും. അപ്പോൾ ഡാറ്റ കളക്ഷൻ നടത്തുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ രീതിയിലൂടെയാണ്. അനലൈസ് ചെയ്യാൻ ഈ പറഞ്ഞ രീതികളൊക്കെ ആവറേജും പേഴ്സൻറ്റേജും റേഷ്യോസൊക്കെ കണ്ടിട്ടായിരിക്കും. അപ്പോൾ അത് അടിസ്ഥാനത്തിലാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യൽ. ആ ഇൻ്റർപ്രിട്ടേഷൻ അടിസ്ഥാനമായിട്ടുള്ള എക്സ്പ്ലനേഷൻ നടത്തൽ, ആ എക്സ്പ്ലനേഷനാണ് പിന്നീട് പ്രസൻറ്റ് ചെയ്യൽ. അപ്പോൾ ഇതിനൊക്കെ ആവശ്യകരമായ ഒരു രീതിയാണ് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ നമുക്ക് ലഭിക്കുന്നത്. യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വിൽ ഗൈഡ് റിസർച്ചേഴ്സ് ഇൻ റിസർച്ച് ഫോർ പ്രോപ്പർ ക്യാരക്ടറൈസേഷൻ, സമ്മറൈസേഷൻ, പ്രസൻറ്റേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട് ഓഫ് റിസർച്ച്. അപ്പോൾ ഈ രീതി ഉപയോഗിക്കുന്നതിലൂടെ വളരെ എളുപ്പത്തിൽ റിസർച്ചറിന് അയാൾ നടത്തുന്ന പഠനത്തെ ക്യാരക്ടറൈസ് ചെയ്യാനും സമ്മറൈസ് ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും ഒരു റിസൾട്ടിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാനും വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്നു. ഒന്നാമത്തെ പോയിൻ്റ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് വെച്ചാൽ ഇത് നല്ല കൃത്യമായ ഒരു നിഗമനം നൽകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിൻ്റ്,
ഇത് വളരെ എളുപ്പമാക്കുന്നു, പഠനത്തെ സുഖകരമാക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതി ഒന്നും ഒരു പഠനത്തിലില്ലാന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ സമ്മറൈസ് ചെയ്യാനോ പ്രസൻറ്റ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് വളരെ സുഖകരമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാൻ സഹായിക്കുന്ന ഒരു ഏരിയയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ഫോർ റിസർച്ച് ആസ് ടു. ഈ രീതിയിലൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹൗ ടു ഗോ അബൌട്ട് യുവർ റിസർച്ച്, ഏതൊക്കെ രീതിയിലൂടെയാണ് എങ്ങനെയാണ് റിസർച്ച് നടത്തേണ്ടത് എന്ന് വെച്ചാൽ എയ്തർ ടു കൺസിഡർ എ സാമ്പിൾ ഓർ ദ വേൾഡ് പോപ്പുലേഷൻ. പഠനം നടത്തുമ്പോൾ മൊത്തത്തിൽ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തി നടത്തണമോ അതോ സാമ്പിൾ റാൻഡം സെലക്ഷൻ ആയാൽ മതിയോ? ഉദാഹരണം സെൻസസ് നടത്തണമെന്നുണ്ടെങ്കിൽ റാൻഡം സെലക്ഷൻ ആയാൽ പോരാ, കാരണം എല്ലാ ആളുകളുടെ ഡാറ്റ കളക്ട് ചെയ്യേണ്ടതാണ്. എന്നാൽ ചില ഡാറ്റകൾ ഇപ്പോൾ ദുർക്കൈമിൻ്റെ സൂയിസൈഡ് പഠനങ്ങളൊക്കെ നടത്തുന്നത് വെറും 25,000 ആളുകളിൽ നിന്നാണ്. എന്ന് വെച്ചാൽ 25,000 ആളുകളുടെ സൂയിസൈഡിൻ്റെ രീതിയൊക്കെ അനലൈസ് ചെയ്താൽ മൊത്തം ആളുകൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് അവരുടെ സൂയിസൈഡിൻ്റെ മോട്ടീവ്സ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഏത് സാമ്പിൾ റാൻഡം സെലക്ഷൻ വേണോ അതോ വേൾഡ് പോപ്പുലേഷൻ അടിസ്ഥാനപ്പെടുത്തി പഠനം നടത്തണോ എന്ന രീതിയിലൂടെ അതിൻ്റെ മെത്തേഡ് ഏതൊക്കെ രീതിയിലൂടെയാണ് റിസർച്ച് നടത്തേണ്ടത് എന്ന് മനസ്സിലാക്കി തരാൻ പറ്റുന്നു. അതുപോലെ തന്നെ ടെക്നിക്സ് ടു യൂസ് ഡാറ്റ കളക്ഷൻ ആൻഡ് ഒബ്സർവേഷൻ, നിരീക്ഷണത്തിനും വിവരശേഖരണത്തിനും ഏത് രീതിയാണ് ഉപയോഗിക്കേണ്ടത് എന്നും, അതുപോലെ തന്നെ ഹൗ ടു ഗോ അബൌട്ട് ഡാറ്റ ഡിസ്ക്രിപ്ഷൻ, ഏത് രീതിയിലൂടെ ഡാറ്റ വിശദീകരണം നടത്തണം എന്ന കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ എന്നീ രീതികളിലൊക്കെ ഏതൊക്കെ രീതിയിലൂടെ ആയിരിക്കണമെന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒന്നാമത്തത് യുക്തിപരമായ കൺക്ലൂഷനിലേക്ക് നയിക്കുന്നു, രണ്ടാമത്തെ എളുപ്പമാക്കുന്നു, മൂന്നാമത്തേത് റിസർച്ചിന് വേണ്ട ഗൈഡൻസിനെ സിംപ്ലിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് ഏരിയയാണ് ഡാറ്റ അനലിറ്റിക്സ് ടൂൾസ്. ആധുനിക ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളൊക്കെ വന്നതുകൊണ്ട് സാമൂഹിക ഗവേഷണത്തെ വളരെ എളുപ്പത്തിൽ നമുക്ക് അവലോകനം ചെയ്യാൻ പറ്റും. ഉദാഹരണം, ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം തയ്യാറാക്കിയ ഒരുപാട് പദ്ധതികൾ, ഒരുപാട് വിശകലനത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട പ്രോഗ്രാമുകളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് കൊടുത്തുള്ളൂ. ഒന്ന് SAS എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് സിസ്റ്റം. രണ്ടാമത്തത് SPSS എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ്. അപ്പോൾ ഈ രണ്ട് രീതികൾ അനാലിറ്റിക്കൽ ടൂൾസാണ്. അപ്പോൾ ഈ രീതികൾ ഈ SAS പ്രകാരം സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് സിസ്റ്റമും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ്, ഈ രണ്ട് രീതികളൊക്കെ ഉപയോഗിച്ചാൽ വളരെ എളുപ്പത്തിൽ വിവര വിശകലനം നടത്താൻ നമുക്ക് എളുപ്പത്തിൽ കമ്പ്യൂട്ടർ മുഖേന പറ്റുന്നതാണ്. അതുപോലെ തന്നെ ചില പ്രത്യേക സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. AMOS, EQS, LISRELM, M+, SAS, സെപ്പാത്ത് പോലെയുള്ള. AMOS എന്ന് പറഞ്ഞാൽ അനാലിസിസ് ഓഫ് മൊമെൻ്റ് സ്ട്രക്ചർ. ഇതൊക്കെ നമുക്ക് വളരെയധികം എളുപ്പത്തിൽ ഡാറ്റ കളക്ട് ചെയ്യാനും അതിനെ വിശകലനം ചെയ്യാനും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസുകളാണ്. അപ്പോൾ ഇത്തരം സോഫ്റ്റ്വെയർസൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് നടത്താൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ ഈ റിസർച്ച് നമുക്ക് ഏറ്റവും ആവശ്യമായി വരുന്നത് എല്ലാ ഏരിയകളിലും ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഉദാഹരണം കൊടുത്തതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഏരിയ എക്കണോമിക്സിലാണ്. എക്കണോമിക്സിലാണ് സാധാരണ ഉപയോഗിക്കുക ഏറ്റവും പ്രധാനമായിട്ട്. ഒന്ന് ക്വാണ്ടിഫയിങ് എക്കണോമിക്കൽ പ്രോബ്ലം എന്ന് വെച്ചാൽ സാമൂഹികപരമായിട്ട് സോഷ്യൽ റിസർച്ചിൻ്റെ ഏരിയ തന്നെയാണ് ഈ എക്കണോമിക്കൽ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ എക്കണോമിക്കൽ പ്രോബ്ലത്തിൻ്റെ തോത് എത്രയെന്ന് കണക്കാക്കാം. ഇന്ത്യയിൽ ഇത്ര ശതമാനം അൺഎംപ്ലോയിഡ് ആണ് എന്ന് കണക്കാക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർ സെക്ടർ കമ്പാരിസൺ, അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ രീതി അർബൻ ഏരിയയിലാണോ കൂടുതൽ, റൂറൽ ഏരിയയിലാണോ കൂടുതൽ എന്നീ തുടങ്ങിയ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിലും നമ്മളെ പത്രത്തിൽ ഈ
നിഫ്റ്റി ഉയർന്നു, സെൻസസ് താഴ്ന്നു എന്നൊക്കെ കേൾക്കാറുണ്ട്. BSE NSE, BSE എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഓരോ BSEയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികളുണ്ടാവും, അതുപോലെ NSEയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികളുണ്ടാവും. BSEയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികൾ കമ്പനി ഓപ്പൺ ചെയ്തത് മുതൽ ക്ലോസ് ആവുന്നത് വരെയുള്ള മൊത്തത്തിലുള്ള ഒരു ഗ്രാഫ് ഉണ്ടാവും. അതുപോലെ ആ കമ്പനികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട എല്ലാ NSEയുടെയും BSEയുടെയും കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട എല്ലാ കമ്പനികളുടെയും ഗ്രാഫുകൾ, ആ ഗ്രാഫ് മൊത്തം ലാസ്റ്റ് ആ എൻഡ് ഓഫ് ദി ഡേ കാൽക്കുലേറ്റ് ചെയ്യും. ആ കാൽക്കുലേഷൻ അടിസ്ഥാനപ്പെടുത്തി ഓപ്പൺ ചെയ്യുന്ന സമയത്തിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റാണ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്നുണ്ടെങ്കിൽ BSEയുടെ സെൻസസ് കൂടുതലാണെന്ന് പറയും, അല്ലെങ്കിൽ സെൻസസ് താഴ്ചയിലാണെന്ന് പറയും, കുറവാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ NSEയുടെ കാൽക്കുലേഷൻ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ NSEയുടെ കീഴിലുള്ള കമ്പനികളുടെ ഗ്രാഫ് ഓപ്പൺ ചെയ്തതിൻ്റെയും ക്ലോസിൻ്റെ ഇടയിലുള്ള വ്യത്യാസം കൂടുതലാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി കൂടുതലാണ്, നിഫ്റ്റി കുറവാണെങ്കിൽ നിഫ്റ്റി കുറവാണെന്ന് പറയും. അപ്പോൾ ഈ BSE NSE ആണ് നാഷണൽ മാർക്കറ്റിനെ ഫിക്സ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകം. എന്നതുപോലെ തന്നെ ഈ റേഷ്യോ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈയെയും പ്രൈസ് ഇൻഡെക്സിനെയും നാഷണൽ ഇൻകത്തിനെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും അങ്ങനെ എല്ലാ ഏരിയകളെയും ബാധിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ ഏരിയകളെയും ഏറ്റവും ഇമ്പോർട്ടൻ്റായി കാൽക്കുലേറ്റ് ചെയ്യാനും അതിനെ അനലൈസ് ചെയ്യാനും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. മാത്രമല്ല നമ്മുടെ എവരിഡേ ലൈഫിൽ വരെ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ആളുകളുടെ ഡെയിലി എക്സ്പെൻഡിച്ചർ കാൽക്കുലേറ്റ് ചെയ്യാനും മന്ത്ലി എക്സ്പെൻഡിച്ചർ കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ എക്കണോമിക്കലി വളരെ വിറ്റൽ റോൾ വഹിക്കുന്ന ഒരു ഏരിയയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. എന്ന് മാത്രമല്ല സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഏരിയകൾ വിശദീകരിക്കുകയാണ്, എല്ലാ ഏരിയകളിലും ഉണ്ട് അതിൻ്റെ റോള്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ഡിറ്റർമിനിങ് ദ എക്സിസ്റ്റിംഗ് പൊസിഷൻ ഓഫ് പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം പേഴ്സണൽ ഇൻകത്തിൻ്റെ വ്യത്യാസങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിലെ മൊത്തം ആളുകളുടെ പോപ്പുലേഷനും ആ രാജ്യത്തിൻ്റെ മൊത്തം വരുമാനത്തെ മൊത്തം പോപ്പുലേഷനെ കൊണ്ട് ഹരിക്കുക. ഓക്കെ, എന്നുവെച്ചാൽ പണമുള്ള ആളുകളും പണമില്ലാത്ത രണ്ടും സ്വാധീനിക്കും. കൂടുതൽ ആളുകൾ ആ രാജ്യത്ത് പണക്കാരാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം കൂടുതലാകും. ഒരുപാട് ദരിദ്രന്മാരുണ്ടെന്നുണ്ടെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം കുറയും. ആ പെർ ക്യാപിറ്റ ഇൻകത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട അതിനെ കാൽക്കുലേറ്റ് ചെയ്യാനും, അതേപോലെ അൺഎംപ്ലോയ്മെൻറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യാനും, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്, ഹൗസിങ്, സ്കൂളിങ്, മെഡിക്കൽ ഫെസിലിറ്റീസ് തുടങ്ങിയ എല്ലാ ഏരിയകളിലും സ്റ്റാറ്റിസ്റ്റിക്സ് അതിൻ്റേതായ റോള് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ശാസ്ത്ര ഏരിയകൾ ഏതൊക്കെ ഏരിയകളാണ്, എല്ലാ ഏരിയകളിലും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റേതായ പങ്കുണ്ട്. കൊമേഴ്സ്, ട്രേഡ്, ഫിസിക്സ്, കെമിസ്ട്രി, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, ബയോളജി, ബോട്ടണി, സൈക്കോളജി, ആസ്ട്രോണമി, ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ ETC ആണ്. എന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിന് തൻ്റേതായ റോള് വഹിക്കാൻ കഴിയാത്തതായ ഒരു ഏരിയയും ഒരു ഫീൽഡും ശാസ്ത്രശാഖകളും ഒന്നുമില്ല. അതാണ് ഈ പാഠത്തിൻ്റെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ. എല്ലാ ഏരിയകളും 3-4 പോയിൻ്റാണ് ചർച്ച ചെയ്തത്. ഒന്നാമത്തെ പോയിൻ്റ്, ഏതൊരു റിസർച്ചിൻ്റെയും യുക്തിപരമായ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യമാണ്. രണ്ടാമത്തത്, എല്ലാ പഠനത്തിൻ്റെയും പഠനം വളരെ എളുപ്പത്തിലാക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാതെ നടത്തുന്ന പഠനത്തേക്കാൾ എളുപ്പത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് പഠനം നടത്താൻ പറ്റുന്നു. മൂന്നാമത്തേത്, ഇൻ്റർപ്രിട്ടേഷൻ, അനലൈസിസ് എല്ലാ കാര്യത്തെയും സിംപ്ലിഫൈ ചെയ്തു തരുന്നു സ്റ്റാറ്റിസ്റ്റിക്സ്. നാലാമത്തത്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എല്ലാ ശാസ്ത്രശാഖയ്ക്കും വളരെ ആവശ്യമായ, ഒഴിച്ചുകൂടാനാവാത്ത പങ്ക് വഹിക്കുന്നൊരു ഏരിയയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇത്തരം 4 റോളാണ് സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ചിൽ വഹിക്കുന്നത്.